എന്താണ് സെൽഫ് ലാബലിംഗ്? ഒരു പുരുഷനായാൽ നീ ഈ രീതിയിൽ ബിഹേവ് ചെയ്യണം, ഒരു സ്ത്രീ ആയാൽ നീ ഈ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള സോഷ്യൽ നോംസ് പലപ്പോഴും ആളുകളിൽ സെൽഫ് ലാബലിംഗിന് കാരണമാവാറുണ്ട്. ഒരാൾ സ്വയം ഞാൻ ഗുഡ് ഇനഫ് അല്ല എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ആക്ഷൻസിലും അയാളുടെ സെൽഫ് എസ്റ്റീമിലും ആ ഒരു കാര്യം ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി പോലെ പ്രാവർത്തികമാക്കാറുണ്ട്. കൂടുതലായിട്ടും ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ടും ഈ സെൽഫ് ലാബലിംഗ് ടെൻഡൻസി കൂടുതലായും കാണാറുണ്ട്. ഹായ്, ഞാൻ റസ അഹമ്മദ്, ഒപ്പത്തിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെൽഫ് ലാബലിംഗ് എന്നതിനെ കുറിച്ചാണ്. ദ സൈക്കോളജി ഓഫ് സെൽഫ് ലാബലിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സെൽഫ് ലാബലിംഗ്? സെൽഫ് ലാബലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഡിഫറെൻറ്റ് ലാബൽസ് കൊടുക്കുക എന്നുള്ളതിനാണ് സെൽഫ് ലാബലിംഗ് എന്ന് പറയുന്നത്. ആ ലാബൽസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതോ ന്യൂട്രലും ആവാം. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം മുതൽ പല രീതിയിലുള്ള ലാബൽസ് നമ്മളും മറ്റുള്ളവരും ഇട്ടിട്ടുണ്ടാവും. ഈ സെൽഫ് ലാബലിങ്ങിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സെൽഫ് ലാബലിങ്ങിൻ്റെ സോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. എവിടെ നിന്നാണ് നമുക്ക് ഈ സെൽഫ് ലാബലിംഗ് നമ്മുടെ ഉള്ളിൽ ഇൻഗ്രെയിൻഡ് ആവുന്നത് എന്നുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ സ്വയം നമുക്ക് ലാബൽ ചെയ്യാനുള്ള ടെൻഡൻസീസ് നമുക്ക് കൂടുതലാണ്. നമ്മുടെ സക്സസ്സിൽ നിന്നും നമ്മുടെ ഫെയിലിയേഴ്സിൽ നിന്നും സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ നിന്നും നമ്മൾ പലപ്പോഴും പല പേരുകൾ നമുക്ക് ഇടാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ചെറുപ്പം മുതൽ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് ലേബൽ ചെയ്യാം, ഞാൻ അത്ര പഠിക്കുന്നൊരു വ്യക്തിയല്ല എന്നുള്ളൊരു ലേബലിംഗ് കൊടുക്കാം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് കൂടുതലായിട്ടും നമുക്ക് സെൽഫ് ലാബലിംഗ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. സെൽഫ് ലാബലിങ്ങിൻ്റെ മറ്റൊരു സോഴ്സാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ് എന്നുള്ളത്. നമ്മുടെ സൊസൈറ്റിയിലും കൾച്ചറലായിട്ടുള്ള പലതരത്തിലുള്ള സോഷ്യൽ സ്റ്റീരിയോ ടൈപ്പുകൾ, ജെൻഡർ എക്സ്പെക്റ്റേഷൻസ്, അതുപോലത്തെ മറ്റ് കൾച്ചറൽ നോംസ്, സോഷ്യൽ നോംസ്, ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് ലാബലിങ്ങിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജെൻഡർ റോൾസ് ആയിട്ടുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകൾ, അതായത് ഒരു പുരുഷനായാൽ നീ ഈ രീതിയിൽ ബിഹേവ് ചെയ്യണം, ഒരു സ്ത്രീ ആയാൽ നീ ഈ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള സോഷ്യൽ നോംസ് പലപ്പോഴും ആളുകളിൽ സെൽഫ് ലാബലിങ്ങിന് കാരണമാവാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പുരുഷൻ സ്വയം ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്ന് ലാബൽ ചെയ്യുന്നത് ഈ ഒരു സോഷ്യൽ നോംസ് അടിസ്ഥാനത്തിലുള്ള ഒരു സെൽഫ് ലാബലിംഗ് ആണ്. ഒരു സ്ത്രീ സ്വയം വൾണറബിൾ ആണ് എന്ന് സ്വയം ലാബൽ ചെയ്യുന്നത് ഈ ഒരു നോംസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സെൽഫ് ലാബലിംഗ് ആണ്. സെൽഫ് ലാബലിങ്ങിൻ്റെ മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്കാണ്. മറ്റുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും പുകഴ്ത്തുമ്പോഴും ഒക്കെയും നമുക്ക് സ്വയം നമ്മൾ പേരിടാനുള്ള ശ്രമങ്ങൾ കൂടുതലാണ്. അതാണ് ഫീഡ്ബാക്ക് എന്നുള്ള ഒരു കാര്യം. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഫീഡ്ബാക്കുകൾ ലഭിക്കാറുണ്ടാകും. ആ ഫീഡ്ബാക്കുകൾ നമ്മൾ സ്വയം ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് സ്വീകരിക്കുമ്പോൾ, ഒരു ലാബലായിട്ട് സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു സെൽഫ് ലാബലിംഗ് സംഭവിക്കുകയാണ്. സെൽഫ് ലാബലിങ്ങിലൂടെ പലപ്പോഴും നമ്മളെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ഇൻറ്റേർണൽ ബിലീഫ്സും സെൽഫ് ലാബലിങ്ങിന് കാരണമാവാറുണ്ട്. ഒരാൾക്ക് തന്നെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ, തൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള, തൻ്റെ ബിഹേവിയറിലുള്ള വിശ്വാസങ്ങൾ പലപ്പോഴും സെൽഫ് ലാബലിങ്ങിന് കാരണമാവാറുണ്ട്. ഒരാൾ സ്വയം ഞാൻ ഗുഡ് ഇനഫ് അല്ല എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ആക്ഷൻസിലും അയാളുടെ സെൽഫ് എസ്റ്റീമിലും ആ ഒരു കാര്യം ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി പോലെ പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ ബിലീഫ്സ്, ഒരാൾക്ക് സ്വയമുള്ള ഈ ഇൻറ്റേർണൽ ബിലീഫ്സും പലപ്പോഴും നമുക്ക് സെൽഫ് ലാബലിംഗ് ചെയ്യാനുള്ള കാരണമാവാറുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ സെൽഫ് ലാബലിങ്ങിൻ്റെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റുകളെ കുറിച്ചാണ്. നമ്മുടെ വെൽബീയിങ്ങിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ് സെൽഫ് ലാബലിംഗ് എന്നുള്ളത്. സെൽഫ് ലാബലിംഗ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പോസിറ്റീവ് സെൽഫ് ലാബലിങ്ങും മറ്റൊന്ന് നെഗറ്റീവ് സെൽഫ് ലാബലിംഗും ആണ്. കൂടുതലായിട്ടും നമ്മൾ മെൻ്റലി വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് പലപ്പോഴും പോസിറ്റീവ് സെൽഫ് ലാബലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വളരെ ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള സെൽഫ് ലാബലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയം നമുക്കൊരു എംപവേർഡ് ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു മോട്ടിവേറ്റഡ് ഫീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സെൽഫ് എസ്റ്റീം ഒന്ന് ബൂസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു സെൽഫ് ലാബലിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പോസിറ്റീവായിട്ടുള്ള സെൽഫ് ലാബലിംഗ് പലപ്പോഴും നമ്മുടെ ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ലാബലിംഗ് നമ്മുടെ കോപ്പിംഗ് മെക്കാനിസംസ് ആയിട്ടും പലപ്പോഴും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
വളരെ മെൻ്റലി വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള സെൽഫ് ലാബലിംഗ് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള സെൽഫ് ലാബലിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറയുന്നത് കൂടുതലായിട്ടും നെഗറ്റീവ് സെൽഫ് ലാബലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് സെൽഫ് ലാബലിങ്ങിൻ്റെ എഫക്ട്സിനെ കുറിച്ചാണ്. പലപ്പോഴും നെഗറ്റീവ് സെൽഫ് ലാബലിംഗ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ വളരെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ബാധിക്കാറുണ്ട്. കൂടുതലായിട്ടും ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ടും ഈ സെൽഫ് ലാബലിംഗ് ടെൻഡൻസി കൂടുതലായും കാണാറുണ്ട്. നെഗറ്റീവായിട്ടുള്ള സെൽഫ് ലാബലിംഗ് നമ്മൾ പലപ്പോഴും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മളിൽ ഫോം ചെയ്യാനുള്ള കാരണമാകാറുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവ് ബിലീഫ്സ് ഫോം ചെയ്യാനും അത് നമ്മളെ പൊട്ടൻഷ്യലിനെ ഡിറ്റീരിയറേറ്റ് ചെയ്യാനും കാരണമാകുന്ന ഒരു കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള സെൽഫ് ലാബലിംഗ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സെൽഫ് ലാബലിങ്ങിൻ്റെ കൂടെ വരുന്ന ഒരു ഫിനോമിനനാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറയുന്നത്. നമ്മൾ നമുക്കിടുന്ന ലേബൽസ് പലപ്പോഴും കോൺസിക്വൻസസിൽ യാഥാർത്ഥ്യമാകാറുണ്ട്. ഒരാൾ സ്വയം സോഷ്യലി അക്വേർഡായിട്ട് സ്വയം ലേബൽ ചെയ്യുകയാണെങ്കിൽ അയാൾ സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ നിന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഉണ്ട്. ഒരാൾ സ്വയം വൾണറബിളായിട്ട് സ്വയം കാണുന്ന ഒരാളാണെങ്കിൽ, സ്വയം ലേബൽ ചെയ്ത ഒരാളാണെങ്കിൽ അയാൾക്ക് നല്ല സിറ്റുവേഷൻസിൽ, അയാൾക്ക് കേപ്പബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പലപ്പോഴും വൾണറബിളായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ നെഗറ്റീവ് സെൽഫ് ലാബലിംഗ് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ്. നമ്മുടെ തോട്ട്സിനെ റീസ്ട്രക്ചർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. പൊതുവേ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് പ്രോസസ്സിൽ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ലേബലിനെ റീപ്ലേസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള രീതിയിലും ന്യൂട്രലായിട്ടുള്ള രീതിയിലും റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുമുള്ള ലേബൽസ് യൂസ് ചെയ്തിട്ടാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ ഒരു ആളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് പല തെറാപ്യൂട്ടിക് ടെക്നിക്കുകളും നമ്മുടെ നെഗറ്റീവ് സെൽഫ് ലാബലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിൻ്റെ കൂടെ തന്നെ തെറാപ്പിസ്റ്റുകൾ മൈൻഡ്ഫുൾനെസ് എക്സസൈസും യൂസ് ചെയ്യാറുണ്ട് നെഗറ്റീവ് സെൽഫ് ലാബലിങ്ങിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നമ്മുടെ ചിന്തകൾക്ക് മേൽ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് നിരീക്ഷിക്കാനും അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള മൈൻഡ്ഫുൾനെസ് ടെക്നിക്സിൻ്റെ കൂടെയാണ് പലപ്പോഴും കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് പ്രോസസ്സ് സംഭവിക്കുന്നത്. പലപ്പോഴും നെഗറ്റീവ് സെൽഫ് ലാബലിംഗ് കാണുന്നത് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള മെൻ്റൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകളിലാണ്. അവർ കൂടുതലായിട്ടും നെഗറ്റീവ് സെൽഫ് ലാബലിംഗ് നടത്തുകയും സ്വയം വൾണറബിളായിട്ട് ഫീൽ ചെയ്യുകയും ഒരു ലോവർ ആയിട്ടുള്ള മെൻ്റൽ സ്റ്റേറ്റിൽ നിൽക്കുകയും ചെയ്യുന്നതാണ്. സോ ഇത്തരം ആളുകൾക്ക് കൂടുതലായിട്ട് ഒരു തെറാപ്യൂട്ടിക് ഹെൽപ്പോടുകൂടി അവരുടെ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ലാബലിങ്ങിനെ ഓവർകം ചെയ്ത് അത് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്ന സമയം ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ തോട്ടിലും ഇമോഷൻസിലും ബിഹേവിയറിലും മാറ്റം വരികയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ സെൽഫ് ലാബലിങ്ങിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള സെൽഫ് ലാബലിംഗ് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഇമ്പാക്റ്റുകളും ഡിസ്കസ് ചെയ്തു. കൂടുതൽ വീഡിയോക്കായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.